ഒരു ഹദീസിൽ കാണാമല്ലോ, ഒരാൾ മരിച്ചാൽ അയാൾക്ക് ദുനിയാവുമായുള്ള എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു, 3 കാര്യങ്ങളല്ലാത്ത എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു. ഏതാ 3 കാര്യങ്ങൾ? ഒന്ന് സ്വദഖത്തുൻ ജാരിയ, അതായത് എന്നും പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കുന്ന സ്വദഖ. എന്താ ജാരിയ സ്വദഖ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരു പാവപ്പെട്ടവന് 100 രൂപ കൊടുത്ത് സഹായിച്ചു, അത് സ്വദഖത്തുൻ ജാരിയ ആകണമെന്നില്ല. ആ 100 രൂപക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലം തരും, നല്ല കാര്യം തന്നെ. എന്നാൽ അല്ലാഹുവിന്റെ പള്ളിക്ക് നമ്മൾ ഒരു സംഭാവന കൊടുത്തു, അത് സ്വദഖത്തുൻ ജാരിയയാണ്. എത്ര കാലം ഈ പള്ളി നിലനിൽക്കുന്നുവോ, മാത്രമല്ല എത്ര കാലം ഇവിടെ ആളുകൾ വന്നുകൊണ്ട് നിസ്കരിക്കുന്നുവോ, ആ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന കാലമത്രയും നമ്മൾ മരിച്ചുപോയാലും ഖബറിൽ എത്തിക്കഴിഞ്ഞാലും എന്നും അതിന്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും. അതാണ് സ്വദഖത്തുൻ ജാരിയ. നേരെ മറിച്ചൊരു പാവപ്പെട്ടവനെ സഹായിച്ചാൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. മാത്രമല്ല അയാളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും, അയാൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ. പക്ഷേ അയാൾ ആ പ്രാർത്ഥന നിർത്തുന്നതോടുകൂടെ ഒരു പക്ഷേ അതിന്റെ പ്രതിഫലം നിൽക്കാമെങ്കിൽ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഒരു സ്വദഖ ചെയ്താൽ അത് ജാരിയായ സ്വദഖയായി. അത്തരം സ്ഥാപനങ്ങൾ, മസ്ജിദുകൾ, നല്ല കാര്യങ്ങൾ നിലനിൽക്കുന്ന കാലമത്രയും അതിന്റെ പ്രതിഫലം നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നില്ല, അതിന്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും. അതാണ് സ്വദഖത്തുൻ ജാരിയ. ഒരിക്കലും ഒരാൾ മരിച്ചുപോയാലും മുറിഞ്ഞു പോകാത്ത ഒരു ബന്ധമാണ് ഈ ജാരിയായ സ്വദഖ. രണ്ടാമത് റസൂലുള്ളാഹി പറഞ്ഞു, സ്വാലിഹായ സന്താനം, യദ്ഉ ലഹു, അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല സന്താനം. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, നല്ല മോനായിരിക്കണം, നല്ല മക്കളായിരിക്കണം. യദ്ഉ ലഹു, മക്കൾ നന്നായാൽ മാത്രം പോരാ, ആ മക്കൾ ദുആ ചെയ്യുകയും വേണം. വളരെ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഒരു മനുഷ്യന് അവൻ ചെയ്തതേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒരാൾ മരിച്ചുപോയിട്ട്, ഉപ്പ മരിച്ചുപോയിട്ട് മക്കൾ ദുആ ചെയ്തുകൊണ്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്ന ആളുകളെ കാണാൻ കഴിയും. റസൂലുള്ളാഹിന്റെ വാക്കാണ്, നിഷേധിക്കാൻ സാധ്യമല്ലല്ലോ. മക്കൾ നന്നായാൽ മാതാപിതാക്കൾക്ക് മരിച്ചുപോയാൽ വലിയ സന്തോഷമുണ്ടാകും, ശരിയാണ്. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് പറയുന്ന ഹദീസിൽ കാണാം, ഉമ്മയും ഉപ്പയും മരിച്ചുപോയിട്ട് അവർ വിശ്വാസികളാണെങ്കിൽ ഖബറിൽ കിടന്നുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മക്കളെ കാണുന്നുണ്ട്, മക്കൾ ചെയ്യുന്ന അമലുകളെ കുറിച്ച് അറിയുന്നുണ്ട്. മക്കൾ നല്ലവരായി ജീവിക്കുമ്പോൾ ഇസ്തഗ്നസൂ ബിഹി, ഖബറിൽ കിടക്കുന്ന ഉപ്പാക്കും ഉമ്മാക്കും സന്തോഷമുണ്ടാകുന്നുണ്ട്. നേരെ മറിച്ച് ഈ മക്കൾ മോശക്കാരായിട്ട് ജീവിക്കുമ്പോ, തമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോ, ഖബറിൽ കിടക്കുന്ന ഉമ്മയും ഉപ്പയും അല്ലാഹുവോട് ദുആ ചെയ്യുന്നുണ്ട് സങ്കടപ്പെട്ടിട്ട്, പടച്ചവനെ എന്റെ മക്കൾക്ക് ഹിദായത്ത് കൊടുക്കാതെ നീ മരിപ്പിക്കല്ല അല്ലാ എന്ന് മരിച്ചുപോയ ഉമ്മയും ഉപ്പയും മക്കളെ നോക്കിയിട്ട് അവർ മോശക്കാരായി ജീവിക്കുമ്പോൾ ദുആ ചെയ്യുമെന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയങ്ങൾ അറിയുന്നുണ്ട്. അതുപോലെ നമ്മൾ നല്ലവരായി ജീവിക്കുമ്പോൾ ഉപ്പയും ഉമ്മയും സന്തോഷിക്കുന്നുണ്ട്, മരിച്ചുപോയവരാണെങ്കിലും അവർ മുഅ്മിനീങ്ങളാണെങ്കിൽ. എന്നാൽ ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുക്കാവുന്ന നന്മയായി നമ്മൾ പറയുകയാണ്, നമ്മൾ നല്ലവരായി ജീവിക്കുമ്പോഴും അവർ സന്തോഷിക്കുമെങ്കിലും അവർക്ക് ഒരു വലിയ മുറിഞ്ഞു പോകാത്ത നന്മയായി നിലകൊള്ളും. എപ്പോൾ? യദ്ഉ ലഹു, നമ്മൾ നന്നായാൽ മാത്രം പോരാ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ നന്നായാൽ തന്നെ അതൊരു പിതാവിന്റെ മാതാവിന്റെ മുറിഞ്ഞു പോകാത്ത നന്മയാണ് എങ്കിൽ വലദുൻ സാലിഹുൻ, നല്ല മക്കൾ, നല്ല സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പറഞ്ഞു നിർത്തിയില്ലല്ലോ റസൂലുള്ളാഹി. പിന്നെയും പറഞ്ഞു, വെറുതെ റസൂലുള്ളാഹി ഒരു വാക്ക് പറയൂല, യദ്ഉ ലഹു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല മക്കൾ. ചിലപ്പോൾ മക്കളൊക്കെ നല്ലവരായിരിക്കും, നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിരിക്കും, ഡ്രസ്സിങ്ങിലൊക്കെ ഇസ്ലാമികമായ ശിക്ഷണം തീർത്തും സ്വീകരിക്കാൻ തയ്യാറാകുന്നവരായിരിക്കും. പക്ഷേ അവരുടെ വിശ്വാസം മരിച്ചുപോയവർക്ക് ദ്വാരത്തോട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുകയും അങ്ങനെ ദുആ ചെയ്യുകയും ചെയ്യാത്തവരാണെങ്കിൽ ഇത് ആ പിതാവിന്റെ മുറിഞ്ഞു പോകാത്ത ബന്ധമായി കണക്കാക്കുകയില്ല. ദുആ ചെയ്യുന്ന നല്ല മക്കളായിരിക്കണം. 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, മക്കൾ നന്നാവണം, അവർ സ്വാലിഹീങ്ങളായിരിക്കണം. 2, അവർ ദുആ ചെയ്യുകയും വേണം. സുന്നി ആയിരിക്കണം എന്നർത്ഥം. സുന്നി എന്ന് നാവ് കൊണ്ട് പറഞ്ഞാലും പോരാ, ദുആ ചെയ്യുന്ന സുന്നി ആയിരിക്കണം. ഇത് മുറിഞ്ഞു പോകാത്ത ബന്ധമാണ്. രണ്ടാമത് പറഞ്ഞു, വഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരം ശ്രദ്ധിക്കുന്ന അറിവ്.
ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന നല്ല അറിവുകൾ. ഈ 3 ബന്ധങ്ങൾ മരിച്ചുപോയാലും ആ മരിച്ചുപോയവന്റെ മുറിഞ്ഞു പോകാത്ത ദുനിയാവിലെ ബന്ധങ്ങളാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹ് തങ്ങൾ പഠിപ്പിക്കുമ്പോൾ പണ്ഡിതന്മാര് പറയുകയാണ്, ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുകയാണ്, ഒരാൾ അറിവ് പകർന്നു കൊടുക്കുന്ന ആളായാൽ, അധ്യാപകനായാൽ, ഈ 3 സൗഭാഗ്യങ്ങളും അയാളിൽ സമ്മേളിക്കാൻ സാധ്യതയുണ്ട്. അയാളിൽ ഈ 3 ഗുണങ്ങളും സമ്മേളിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് ഇൽമാണ്, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് ഉപകാരപ്പെടുമ്പോൾ തന്നെ ഇൽമുൻ യുൻതഫഉ ബിഹി എന്ന ആ ഗണത്തിൽ അയാൾ പെട്ടു, ആ അധ്യാപകൻ പെട്ടു. രണ്ടാമത്തേത് അറിവ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്, ഇൽമ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വദഖ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാൾ വലിയ ധർമ്മിഷ്ഠൻ, അറിവ് പകർന്നു കൊടുക്കുന്ന ആളെക്കാൾ വലിയ ധർമ്മിഷ്ഠൻ വേറെ ഇല്ല എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയുന്നു.